Hello, hi dear students. Welcome to yet another class of the Learning Nook. ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ലേണിംഗ് നോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് അല്ലെ, ന്യൂട്രിയൻസ് ഡിസ്കസ് ചെയ്യും, മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഡിസ്കസ് ചെയ്യും, ഫോട്ടോസിന്തസിസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ടോപ്പിക്? ന്യൂട്രിയൻസ്. എന്താണ് ന്യൂട്രിയൻസ്? നമ്മുടെ ഫുഡിലുള്ള കോമ്പണൻസുകളാണ് ന്യൂട്രിയൻസ് അല്ലെ. ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഈ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഓക്കെ, സോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിയർ കോമ്പണൻസ് ഓഫ് ഫുഡ്. ഏതൊക്കെ ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് ഫുഡാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും, പ്രോട്ടീൻസ് കിട്ടും, ഫാറ്റ്സ് കിട്ടും, വിറ്റമിൻസ് കിട്ടും, ആൻഡ് ഫൈനലി നമുക്ക് മിനറൽസ് കിട്ടും. ഇത് കൂടാതെ മറ്റു പല പോഷകങ്ങളും നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഇതൊക്കെയാണ് പ്രധാന ന്യൂട്രിയൻസ്. ഇനി നമുക്ക് ന്യൂട്രിയൻസിന് ഇമ്പോർട്ടൻസ് നോക്കാം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഇനേബിൾസ് ലിവിങ് ഓർഗാനിസംസ് ടു ബിൽഡ് ദെയർ ബോഡീസ്. നമ്മുടെ ബോഡീനെ ബിൽഡ് ചെയ്യാൻ അല്ലെ, അതിനെ വളർത്താൻ, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ന്യൂട്രിയൻസ് ആണ്. ഇനി ഇറ്റ് ഇനേബിൾസ് ലിവിങ് ഓർഗാനിസംസ് ടു ഗ്രോ. നമ്മൾ ചെറുതിൽ ഇരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്? അല്ല, നമ്മൾ എപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. ഇനി ഇറ്റ് ഹെൽപ്സ് ടു റിപ്പയർ ഡാമേജ്ഡ് പാർട്സ് ഓഫ് ദെയർ ബോഡി. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡാമേജ്ഡ് പാർട്സിനെ നന്നാക്കണമെങ്കിൽ ആര് വേണം? ന്യൂട്രിയൻസ് വേണം. And finally, it provides energy to carry out life processes. നമ്മുടെ ബോഡിയിലെ ലൈഫ് പ്രോസസ്സുകൾ നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം അല്ലെ. ഓടാനും ചാടാനും ഒക്കെ നമുക്ക് എനർജി ആവശ്യം എന്നതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ പോലെയുള്ള ലൈഫ് പ്രോസസ്സുകൾക്ക് ആര് വേണം? നമ്മൾ ഈ പറയുന്ന ന്യൂട്രിയൻസ് വേണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഡിഫറെന്റ് ലൈഫ് പ്രോസസ്സസ് ഏതൊക്കെയാണ്? എക്സ്ക്രീഷൻ ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് നോക്കാം. എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, ഡൈജഷൻ എന്താ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ദഹിക്കണം അല്ലെ. അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ബോഡി വലിച്ചെടുക്കണമെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ഫുഡിനെ സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റണം അല്ലെ. അപ്പൊ ആ സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഡൈജഷൻ. പിന്നെന്താണുള്ളത്? റീപ്രൊഡക്ഷൻ അല്ലെ. നമ്മളെല്ലാം നമ്മുടെ പേരൻസിൽ നിന്നാണ് ഉണ്ടായത് അല്ലെ. അപ്പൊ നമ്മൾക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പൊ ഇതെല്ലാമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ, ലൈഫ് പ്രോസസ്സുകൾ. അതുപോലെ തന്നെ ന്യൂട്രീഷനും ഒരു ലൈഫ് പ്രോസസ്സാണ് കേട്ടോ. ന്യൂട്രീഷൻ എന്ന് പറയുന്നതും ഒരു ലൈഫ് പ്രോസസ്സാണ്. അപ്പൊ ഇവയെല്ലാം എന്താണ്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ലൈഫ് പ്രോസസ്സുകളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഡിഫറെന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രിയൻസ്? ഇറ്റ് ഹെൽപ്പ് ടു ബിൽഡ് അവർ ബോഡി. നമ്മുടെ ബോഡീനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് ഇനേബിൾസ് ലിവിങ് ഓർഗാനിസംസ് ടു ഗ്രോ. ഇറ്റ് ഹെൽപ്സ് ടു റിപ്പയർ ദ ഡാമേജ്ഡ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഫോർ ലൈഫ് പ്രോസസ്സസ് അല്ലെ. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഫോർ ലൈഫ് പ്രോസസ്സസ്. എങ്ങനെയാണ് ലൈഫ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ പ്രൊവൈഡിങ് എനർജി. അപ്പൊ ന്യൂട്രിയൻസിൽ നിന്ന് കിട്ടുന്ന എനർജി വെച്ചിട്ടാണ് നമ്മുടെ ലൈഫ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഇനി നമുക്ക് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ നോക്കാം. നമ്മൾ പ്ലാന്റ്സും ആനിമൽസും ഹ്യൂമൻ ബീങ്സും എല്ലാം ഡിഫറെന്റ് ഓർഗാനിസംസ് ആണ് അല്ലെ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി ഒന്നാണോ? അല്ല അല്ലെ. നമ്മൾ പല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, പല രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഭക്ഷണം കണ്ടെത്തുന്നത്? അതിന്റെ ബേസിസിൽ നമുക്ക് ഓർഗാനിസംസ് ഫോളോ ചെയ്യുന്ന ന്യൂട്രീഷനെ രണ്ടായി തിരിക്കാം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്നും. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേ ഓഫ് ടേക്കിംഗ് ഫുഡ് അല്ലെ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻ
വേ ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ്, വേ ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ്. നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിനെയാണ് ന്യൂട്രീഷൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന രണ്ട് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, നമുക്ക് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് കാണാം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ആ ടേം ഓട്ടോട്രോഫിക്, ആ ടേം എവിടെ നിന്നാണ് വന്നത് നോക്കിക്കേ. ഓട്ടോ മീൻസ് സെൽഫ് ആൻഡ് ട്രോഫോസ് മീൻസ് നറിഷ്മെന്റ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നും ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് എന്നുമാണ് അർത്ഥം. അപ്പൊ എന്താണ് സെൽഫ് നറിഷ്മെന്റ്. അപ്പം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് നറിഷ്മെന്റ്, അതായത് സ്വമേധയാ തന്നെ നമ്മൾ നറിഷ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഓർഗാനിസം അവരെ സ്വന്തമായിട്ട് തന്നെ ഫീഡ് ചെയ്യും, അതായത് അവർ ഭക്ഷണം സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കുമെങ്കിൽ അതിനെയാണ് സെൽഫ് നറിഷ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ന്യൂട്രീഷന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ്. പച്ച നിറത്തിലുള്ള പ്ലാന്റുകള് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന മോഡ് ഓഫ് ന്യൂട്രീഷനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രീൻ പ്ലാന്റ്സ്. നമ്മൾ ഓൾറെഡി ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു അല്ലെ. ഗ്രീൻ പ്ലാന്റ്സ് അല്ലെ, പച്ച നിറത്തിലുള്ള എല്ലാ പ്ലാന്റുകളും അല്ലെ, സസ്യജാലങ്ങളും മരങ്ങളും എല്ലാം എങ്ങനെയാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്? നമ്മളാണോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, അവര് സ്വന്തമായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെ. യെസ്. ഇനി നോക്കിക്കേ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അങ്ങനെയാണെങ്കിൽ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്തായിരിക്കും? ഹെട്രോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതർ എന്നാണ്. ട്രോഫോസിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലെ, എന്താണ്? നറിഷ്മെന്റ് അല്ലെ, നറിഷ്മെന്റ്. അങ്ങനെയാണെങ്കിൽ അതർ നറിഷ്മെന്റ്, ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് ഫോർ നറിഷ്മെന്റ്, മറ്റുള്ള ജീവജാലങ്ങളെയോ മറ്റുള്ള സസ്യജാലങ്ങളെയോ ഗ്രീൻ പ്ലാന്റ്സിനെയോ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന ഓർഗാനിസംസിനെ നമുക്ക് ഏത് ഗണത്തിൽ പെടുത്താം? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നവരെന്ന് പറയാം. അപ്പൊ എന്താണ് ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷന്റെ എക്സ്പ്ലനേഷൻ? ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് organisms get their food from green plants or other autotrophs. മറ്റ് ഓട്ടോട്രോഫുകൾ, അതായത് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഓർഗാനിസംസിനെയാണല്ലോ നമ്മൾ ഓട്ടോട്രോഫുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റു ഓട്ടോട്രോഫുകളെയോ അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സുകളെയോ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ഫോളോ ചെയ്യുന്ന മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ആൻഡ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഓട്ടോട്രോഫ്സ്. ഓർഗാനിസംസ് ദാറ്റ് ഫോളോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. ഇനി ഓർഗാനിസംസ് ദാറ്റ് ഫോളോ heterotrophic nutrition is called heterotrophs. We will call them as heterotrophs. അതായത് ഏത് ഓർഗാനിസംസ് ആണോ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നത് അവരെ നമ്മൾ എന്ത് വിളിക്കും? ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കും. സോ ഗ്രീൻ പ്ലാന്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കാം. ഹ്യൂമൻസിനെ ആനിമൽസിനെ ഒക്കെ നമുക്ക് ഹെറ്ററോട്രോഫ് എന്നും വിളിക്കാം. ഇനി നോക്കിയോ ഓട്ടോട്രോഫിക് ന്യൂട്രീഷന്റെയും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? ഓട്ടോട്രോഫ്സ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനില് ഓട്ടോട്രോഫുകൾ അവരുടെ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴിയായിട്ടാണ്. അതേസമയം ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിൽ ഹെറ്ററോട്രോഫ്സുകൾ ദി റിലേ ഓൺ അതേഴ്സ് ഫോർ ന്യൂട്രീഷൻ. ന്യൂട്രീഷന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ആശ്രയിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോയിന്റിനെ തന്നെ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്താണ് അടുത്ത പോയിന്റ് എഴുതുന്നത് അല്ലെ. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ കുറച്ച് എത്ര കൂടുതൽ പോയിന്റ്സ് ഉണ്ടോ അത്രയും നല്ലത് അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ്. മറ്റു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിലാണെങ്കിലോ ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് അല്ലെ. മറ്റു ഓട്ടോട്രോഫുകളെയും ഗ്രീൻ പ്ലാന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ.
നമ്മൾ ആനിമൽസും ഹ്യൂമൻസും ഒക്കെ സ്വന്തമായിട്ട് വെറുതെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണോ? അല്ല, നമ്മൾ മറ്റ് ആനിമൽസിനെ കഴിക്കും, മറ്റ് ഓട്ടോട്രോഫുകളെ കഴിക്കും അല്ലെ. ഏതാണ്? ഗ്രീൻ പ്ലാന്റ്സ്, സസ്യങ്ങളൊക്കെ കഴിക്കാറില്ലേ? നമ്മൾ ചീരയൊക്കെ കഴിക്കാറുണ്ട് അല്ലെ, ചീര കഴിക്കാറുണ്ട്, ലീഫി വെജിറ്റബിൾസ്, ക്യാബേജ് ഒക്കെ കഴിക്കാറുണ്ടല്ലേ, ഇതെല്ലാം പ്ലാന്റ്സ് അല്ലേ. അപ്പം നമ്മൾ പ്ലാന്റ്സിനെ കഴിച്ച് ആണ് ജീവിക്കുന്നത്, മോസ്റ്റ് ഓഫ് ദ ആനിമൽസും ഹ്യൂമൻസും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വി ആർ ഡിപ്പെൻഡിങ് ഓൺ ദം അല്ലെ. പക്ഷെ പ്ലാന്റ്സ് നമ്മളെ കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവര് മറ്റ് പ്ലാന്റ്സിനെ കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഓട്ടോട്രോഫുകൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. എങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് നമ്മൾ കാണും കേട്ടോ. നമ്മൾ എങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പഠിക്കും. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താണ്? ഫോട്ടോസിന്തസിസ് വഴിയാണെന്നല്ലേ. അവരെങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസ് വഴിയാണെന്ന് നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കിയേ, ഓട്ടോട്രോഫുകളുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓട്ടോട്രോഫ്സിന്റെ ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്, ആൽഗെ, നിങ്ങൾക്കറിയാലേ പായൽ. നിങ്ങൾ ചില ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പോൺസിലൊക്കെ ഇങ്ങനെ വഴുവഴുപ്പുള്ളൊരു ഓർഗാനിസമിനെ കാണാൻ പറ്റും അല്ലെ. പ്ലാന്റ് പോലെയുള്ള ഒരു ഓർഗാനിസമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഗ്രീൻ പാച്ചസ്, അതിനെയാണ് നമ്മൾ ആൽഗെ എന്ന് വിളിക്കുന്നത്, ആൽഗെ എന്ന് വിളിക്കുന്നത്. ഇനി ഹെട്രോട്രോഫുകളുടെ എക്സാമ്പിൾ ആണ് ആനിമൽസ്, ഹ്യൂമൻസ്, നമ്മളെല്ലാവരും. നമ്മളൊക്കെ ആരാണ്? ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നവരാണ്. നോ, നമുക്കിനി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഗ്രീൻ പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്താണ് നോക്കിക്കേ. ഫോട്ടോസിന്തസിസ് is essential for plants. It is a process by which plants prepare their food using simple substances like sunlight, water, carbon dioxide to produce കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓക്സിജൻ. അപ്പൊ നോക്കിക്കേ, സൺലൈറ്റും വാട്ടറും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് പ്ലാന്റ്സ് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത്? അവരുടെ ഫുഡ് അല്ലേ, അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അവർ നോക്കുന്നത്. അവരുടെ ഫുഡ് എന്താ നോക്കിക്കേ? കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ അവരുടെ ഫുഡ്. കാരണം എന്താ? സൺലൈറ്റും വാട്ടറും കാർബൺ ഡയോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്ത് അവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്. അതിന്റെ കൂടെ നമുക്കൊരു ഗിഫ്റ്റും കൂടെ ഇവര് തരുന്നുണ്ട്. എന്താണ് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ്? പ്ലാന്റ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്താണ്? ഏറ്റവും വലിയ ഗിഫ്റ്റ് ഓക്സിജൻ അല്ലെ. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഓക്സിജൻ വേണം. നമുക്ക് പ്ലാന്റ്സ് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഓക്സിജൻ. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് യൂസിങ് സിമ്പിൾ സബ്സ്റ്റൻസസ് ലൈക്ക് സൺലൈറ്റ്, വാട്ടർ, carbon dioxide to produce carbohydrate and oxygen. കാർബോഹൈഡ്രേറ്റിനെയും ഓക്സിജനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറും സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഒത്തുചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ കൂട്ടുകാരെ? ഇനി ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടേം എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് കാണാം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലൈറ്റ് എന്നാണ്. ഫോട്ടോ മീൻസ് ലൈറ്റ് ആൻഡ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ടു കമ്പൈൻ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നും സിന്തസിസ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ എന്നുമാണ് അർത്ഥം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ് യൂസിങ് സൺലൈറ്റ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആണ് പ്ലാന്റ്സിന്. അത് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സൺലൈറ്റ് ഉപയോഗിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും, വാട്ടർ ഉപയോഗിക്കും. ആൻഡ് എന്തിന്റെ പ്രസൻസിലാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യുന്നത്? സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അല്ലെ. സൺലൈറ്റിന്റെ പ്രസൻസിലാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്യുന്നത്. സൺലൈറ്റ് ഒരു ലൈറ്റ് അല്ലേ. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ കമ്പൈനിങ് നടക്കുന്നത് കൊണ്ട്, ഒത്തുചേരൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നും സിന്തസിസ് എന്ന് പറഞ്ഞാൽ കമ്പൈൻ എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് എന്താണ്? സൺലൈറ്റ് ആണ് അല്ലെ. ആ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സിനെ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ. ക്ലോറോഫിൽ എന്താണെന്ന് അറിയാലോ? എന്താണ് ക്ലോറോഫിൽ? ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് പ്രസന്റ് ഇൻ ലീഫ് അല്ലെ. ലീഫിലൊക്കെ പ്ലാന്റ്സിലുള്ള ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ആണ്, ഗ്രീൻ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ഈ ഗ്രീൻ പിഗ്മെന്റിന്റെ യൂസ് എന്താണ്? ഗ്രീൻ പിഗ്മെന്റിന്റെ ഗുണം എന്താണ്? ക്ലോറോഫിൽ ആണ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. ക്ലോറോഫിൽ ട്രാപ്സ് സൺലൈറ്റ്. ക്ലോറോഫിലിന്റെ മറ്റൊരു ജോലിയാണ് ഇറ്റ് ട്രാപ്സ് സൺലൈറ്റ്. അപ്പൊ പ്ലാന്റ്സിന് പച്ച നിറം കൊടുക്കുക മാത്രമല്ല ക്ലോറോഫിലിന്റെ ഡ്യൂട്ടി.
പ്ലാന്റ്സിന് പച്ചനിറം കൊടുക്കുക മാത്രമല്ല ക്ലോറോഫിലിന്റെ ഡ്യൂട്ടി. ക്ലോറോഫിലിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് ഇറ്റ് ട്രാപ്സ് സൺലൈറ്റ്. സൺലൈറ്റിനെ പിടിച്ചു വെക്കുക. ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുക. ഇത് ക്ലോറോഫിലിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്ത് എന്തായിട്ടാണ് മാറുന്നത്? കാർബോഹൈഡ്രേറ്റ്. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട് കേട്ടോ. എന്താണ്? C6H12O6. എന്താണ്? C6H12O6. ഒരിക്കലും മറക്കരുത്. C6H12O6 എന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റിന്റെ കെമിക്കൽ ഫോർമുല. പറ്റുമെങ്കിൽ സൈഡിൽ നോട്ടിന്റെ സൈഡിലോട്ടൊന്ന് എഴുതി വെച്ചോളൂ. C6H12O6 കാർബോഹൈഡ്രേറ്റിന്റെ കെമിക്കൽ ഫോർമുലയാണ്. ഓക്കെ, അതിന്റെ കൂടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നു എന്നാണ് പറഞ്ഞത്? ഫോട്ടോസിന്തസിസില് ഓക്സിജൻ. എന്താണ് കിട്ടുന്നത്? ഓക്സിജൻ. ഓക്സിജൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ റോ മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റോ മെറ്റീരിയൽസ് എന്താണെന്ന് ചോദിക്കും. ഫോട്ടോസിന്തസിസിലെ റോ മെറ്റീരിയൽസ് എന്താണ്? ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ അമ്മമാര് കറികൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ? കറി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സവോളയും തക്കാളിയും ഒക്കെ വേണം അല്ലെ? They need tomatoes, onions, right? So these tomatoes and onions ആണ് ingredients അല്ലെ? അപ്പൊ ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം, സൺലൈറ്റ് വേണം അല്ലെ? അപ്പൊ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. റോ മെറ്റീരിയൽസ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്താണ്? നമ്മുടെ അമ്മ ഈ ടൊമാറ്റോയും ഒണിയനും ഒക്കെ വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഏറ്റവും ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടും അല്ലെ? ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും. ആ ഫുഡാണ് ഇവിടെ നോക്കിക്കേ, കാർബോഹൈഡ്രേറ്റ്. അപ്പൊ പ്രോഡക്റ്റ് ഇവിടെ എന്താണ്? കാർബോഹൈഡ്രേറ്റും ഓക്സിജനും. ഇതിന്റെ കൂടെ ഓക്സിജൻ റിലീസ്ഡ് ആവുന്നത് കൊണ്ട് കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമാണ് ഇവിടത്തെ പ്രോഡക്റ്റുകൾ. അപ്പൊ നിങ്ങളുടെ പ്രോഡക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? they are products of photosynthesis. ഏതൊക്കെയാണ് products of photosynthesis? കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമാണ്. കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓക്സിജൻ ആണ്. അപ്പൊ മറക്കരുത് കൂട്ടുകാരെ, എന്താണ്? കാർബോഹൈഡ്രേറ്റും ഓക്സിജനുമാണ് പ്രോഡക്ട്സ്. റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ് ആൻഡ് മിനറൽസും ഉണ്ട് കേട്ടോ. മിനറൽസ് അത് മിക്സ് ചെയ്ത് പോണ്ട. വാട്ടറിന്റെ കൂടെ തന്നെ നമ്മൾ മിനറൽസിനെയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. വാട്ടറും മിനറൽസും ഓർത്തിരിക്കുക കേട്ടോ. സോ ഏതൊക്കെയാണ് റോ മെറ്റീരിയൽസ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, മിനറൽസ് ആൻഡ് സൺലൈറ്റ്. ഇനി ക്ലോറോഫിൽ നിങ്ങൾ ഓൾറെഡി ലീഫിൽ ഉള്ളത് കൊണ്ട് അത് റോ മെറ്റീരിയൽ ആയിട്ട് എടുത്ത് പറയേണ്ടതില്ല. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മുടെ ഇടതുവശത്ത് വരുന്ന ആളുകളാണ് റോ മെറ്റീരിയൽസ്. റൈറ്റ് സൈഡിൽ വരുന്ന വലത്തുവശത്ത് വരുന്ന ആളുകളാണ് കാർബോഹൈഡ്രേറ്റും ഓക്സിജനും. അവരാണ് പ്രോഡക്ട്സ്. അപ്പൊ അത് ഓർത്തിരിക്കുക. നോക്കിക്കേ, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ്. നോക്കിക്കേ, റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് സൺലൈറ്റ്. ഇവരാണ് റോ മെറ്റീരിയൽസ്. ഒരിക്കലും മറക്കരുത് കൂട്ടുകാരെ, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഇസ് ദ ഡിഫറെന്റ് റോ മെറ്റീരിയൽസ് റീച്ചിങ് ദ ഫുഡ് ഫാക്ടറീസ്, ദാറ്റ് ഈസ് ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. നമുക്കറിയാം പ്ലാന്റ്സിന്റെ ഫുഡ് ഫാക്ടറീസ് ആരാണ്? ലീഫുകളാണ് അല്ലെ? ലീവ്സ് ആണ്, ഇലകളാണ്. അപ്പൊ ഇലകളിൽ വെച്ചാണ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ എവിടെ വെച്ചിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? കിച്ചണിൽ വെച്ചിട്ടാണല്ലേ? അങ്ങനെയാണെങ്കിൽ പ്ലാന്റിന്റെ കിച്ചൺ ഏതാണെന്ന് അറിയാമോ കൂട്ടുകാരെ? ഏതാണ്? ലീവ്സ് ആണ് അല്ലെ? ലീഫാണ് പ്ലാന്റ്സിന്റെ കിച്ചൺ എന്ന് പറയുന്നത്. അതാണ് ഫുഡ് ഫാക്ടറീസ്. അപ്പൊ അവിടെ വെച്ചിട്ട് എന്താണ് നടക്കുന്നത്? ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള വാട്ടറും മിനറൽസും കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും ഒക്കെ എവിടെ എത്തണം? ലീഫുകളിൽ എത്തണം അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് വാട്ടർ ആൻഡ് മിനറൽസ്. വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഈ പറയുന്ന ലീഫുകളിൽ എത്തുന്നത് നമുക്ക് നോക്കാം. വാട്ടർ ആൻഡ് മിനറൽസ് ആർ അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് വലിച്ചെടുക്കും അല്ലെ? വേരുകൾ വലിച്ചെടുക്കും സോയിലിൽ നിന്ന്. എന്നിട്ട് ദേ ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ലീവ്സ്.
എന്നിട്ട് എങ്ങനെയാണ് ലീഫിലേക്ക് എത്തിക്കുന്നത്? they are transported the leaves via pipe like vessels. ഈ വെസൽസിന്റെ പേരാണ് സൈലം. വെസൽസ് എന്ന് എഴുതിയിട്ട് വേണം നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ സൈലം എന്ന് എഴുതാം കേട്ടോ. കാരണം അതിന്റെ പിക്ചർ ആണ്, കണ്ടോ, പൈപ്പ് പോലുള്ള വെസൽസ് അല്ലെ, നമുക്കിവിടെ ഇമേജിൽ കാണാം പൈപ്പ് പോലുള്ള വെസൽസ് അല്ലെ. ഈ വെസലുകളിലൂടെയാണ് വാട്ടറും മിനറൽസും റൂട്ടിൽ നിന്ന് സ്റ്റെം വഴി ബ്രാഞ്ചസിലെത്തി പിന്നെ ലീഫിലേക്ക് എത്തുന്നത്. നോക്കിക്കേ, വെസൽസ് ഫോംസ് കണ്ടിന്യൂസ് പാത്ത് ഓർ പാസേജ് ത്രൂ ഔട്ട് ദ റൂട്ട്സ്, സ്റ്റെംസ്, ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ്. അപ്പൊ ഈ വെസൽസ് റൂട്ടിൽ മാത്രമാണോ ഉള്ളത്? അല്ല. റൂട്ടിൽ മാത്രം ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ റൂട്ട്സിലുണ്ട്, സ്റ്റെംസിലുണ്ട്, ബ്രാഞ്ചിലുണ്ട്, ലീഫിലുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ വെസൽസ് ഇങ്ങനെ അതിനുള്ളിലൂടെ വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്ത് ലീവ്സിൽ എത്തിക്കാൻ പറ്റുന്നത് അല്ലെ. നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് അല്ലെ, വാട്ടർ ടാങ്ക് പൈപ്പ് വഴിയാണ് നമ്മുടെ ഓരോ മുറികളിലും കിച്ചണിലും ഉള്ള പൈപ്പിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെ. അതില്ലെന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മുടെ ഓരോ മുറികളിലും എത്തുമോ? ഇല്ല. അപ്പം അതുപോലെ തന്നെയാണ് ഈ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് റൂട്ടിലും സ്റ്റെമ്മിലും ബ്രാഞ്ചസിലും ലീവ്സിലും ഉണ്ട്. ഈ പൈപ്പ് ലൈൻ വഴിയാണ് ആരെത്തുന്നത്? വാട്ടർ ആൻഡ് മിനറൽസ് ലീവ്സിൽ എത്തുന്നത്. ഓക്കെ, സോ പൈപ്പ് ലൈക്ക് വെസൽസ്, പൈപ്പ് പോലെയുള്ള വെസലുകൾ വഴിയാണ് ലീവ്സിലേക്ക് വാട്ടറും മിനറൽസും എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് എത്തുന്നത് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നത് എങ്ങനെയാണ്? സ്റ്റൊമാറ്റ വഴിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് എത്തുന്നത്? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ സ്പെല്ലിംഗ് ഇവിടെ സ്റ്റൊമാറ്റയാണ് കേട്ടോ. സ്റ്റൊമാറ്റ വഴിയാണ് എത്തുന്നത്. സ്റ്റൊമാറ്റ ആർ ടൈനി ഓപ്പണിംഗ്സ് പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ലീവ്സ് ദാറ്റ് അലോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ലീഫുകളിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളാണ്, അഥവാ ഓപ്പണിങ്ങുകളാണ്, ചെറിയ ഓപ്പണിങ്ങുകളാണ്. ഈ ഓപ്പണിങ്ങുകൾ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സിൽ എത്തുന്നത്. ആൻഡ് ഈ സ്റ്റൊമാറ്റേനെ സറൗണ്ട് ചെയ്ത് ആരുണ്ട്? കിഡ്നി ഷേപ്പിലുള്ള ഗാർഡ് സെല്ലുകൾ ഉണ്ട്. അപ്പൊ സ്റ്റൊമാറ്റ എന്താ നോക്കിക്കേ, ഇതാണ് കിഡ്നി ഷേപ്ഡ് ഗാർഡ് സെല്ലുകൾ. നിങ്ങൾക്ക് ഇമേജിൽ കാണാം, എന്നാലും ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. കിഡ്നി ഷേപ്ഡ് ഗാർഡ് സെൽസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാർഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ സെല്ലുകളെയാണ് നമ്മൾ ഗാർഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഷേപ്പ് നോക്കിക്കേ, കിഡ്നിയുടെ ഷേപ്പാണ് അല്ലെ. നമ്മുടെ ബോഡിയിലെ കിഡ്നിയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് അതിനെ കിഡ്നി ഷേപ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കിഡ്നി ഷേപ്ഡ് ഗാർഡ് സെല്ലുകളുണ്ട്. ആൻഡ് ഏതാണ് അപ്പൊ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ഏതാണ്? ഈ കാണുന്ന ഓപ്പണിംഗ് ആണ് കേട്ടോ. അതാണ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. നോക്കിയേ, ഗാർഡ് സെൽസുകൾ കൊണ്ട് സറൗണ്ട് ചെയ്യപ്പെട്ട ഒരു ഓപ്പണിംഗ് ആണ് സ്റ്റൊമാറ്റ. മനസ്സിലായോ? ആൻഡ് ഗാർഡ് സെൽസ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. അപ്പൊ ഈ സ്റ്റൊമാറ്റ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ആരുടെ പ്രസൻസിലാണ്? ആരുടെ ഫംഗ്ഷൻ കാരണമാണ്? ഗാർഡ് സെൽസ് ആണ്. അപ്പൊ ഗാർഡ് സെൽസിലേക്ക് വെള്ളം കയറുമ്പോൾ ഗാർഡ് സെൽസ് വലുതാവും. ഗാർഡ് സെൽസ് വലുതാവുമ്പോ നോക്കിക്കേ, ഗാർഡ് സെൽസ് വലുതാവുമ്പോ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് വലുതായിരിക്കും. ഇനി ഗാർഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഗാർഡ് സെൽസ് ഇങ്ങനെ ചെറുതാവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും നോക്കിക്കേ, കണ്ടോ, സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങും ചെറുതായി. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് അല്ലെ, സ്റ്റൊമാറ്റ ക്ലോസസ് അല്ലെ. അപ്പൊ നോക്കി, ഗാർഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആവും. ഗാർഡ് സെൽസ് സ്വെല്ല് ചെയ്യുമ്പോൾ, കണ്ടോ ഇവിടെ ഗാർഡ് സെൽസ് വലുതായിട്ടായിരിക്കുന്നത് അല്ലെ, സ്വൊള്ളൻ ആണ്, ഇങ്ങനെ വീർത്തായിരിക്കുന്നത്. അപ്പം ഗാർഡ് സെൽസ് സ്വെല്ല് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്വെള്ളൻ ആണെന്നുണ്ടെങ്കിൽ ഗാർഡ് സെൽസ് സ്വെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഓപ്പൺ ആയിരിക്കും. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് വലുതായിരിക്കും, അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട്. അപ്പം ആ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗാർഡ് സെല്ലുകളാണ്. അപ്പൊ ഗാർഡ് സെൽസുകൾ ഉള്ളത് കൊണ്ടാണല്ലോ സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നത്. അതെ, അപ്പം ഗാർഡ് സെല്ലുകളുടെ ഫംഗ്ഷനും ഒന്ന് ഓർത്തിരിക്കുക. നൗ, സൺ ആസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. നമുക്ക് എല്ലാ ലിവിങ് ഓർഗാനിസംസിനും സൂര്യനിൽ നിന്നുള്ള എനർജി വേണം.
സൺലൈറ്റ് എന്ന എനർജി വേണം. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ആര് വേണം? സൺലൈറ്റ് വേണം അല്ലെ, ലൈറ്റ് എനർജി വേണം. സോ സൺലൈറ്റ് ഈസ് വൈറ്റൽ ഫോർ ഫോട്ടോസിന്തസിസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആര്? സൺലൈറ്റ്. ഇറ്റ് എനർജൈസസ് ക്ലോറോഫിൽ ഇൻ ലീവ്സ്. അപ്പൊ ഈ ക്ലോറോഫിൽ, ഇറ്റ് എനർജൈസസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണ്ട, ക്ലോറോഫില്ലുകളാണ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സൺലൈറ്റിനെ ആര് ട്രാപ്പ് ചെയ്യും? ക്ലോറോഫിൽ ട്രാപ്പ് ചെയ്യും. അപ്പൊ നാച്ചുറലി ലൈറ്റ് എനർജി എവിടെ എത്തി? ക്ലോറോഫിലിൽ എത്തി അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ എനർജൈസസ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. സോ കാരണം എന്താണ്? ലൈറ്റ് എനർജി എവിടേക്കാണ് എത്തുന്നത്? ക്ലോറോഫിലാണ് എത്തുന്നത്. കാരണം എന്താ? ക്ലോറോഫിലാണ് ട്രാപ്പ് ചെയ്യുന്നത് സൺലൈറ്റിനെ. ഇനി പ്ലാന്റ്സ് കൺവേർട്ട് ദിസ് ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഈ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എനർജി ആയിട്ട് ഇരുന്നാൽ തന്നെ പോരാ. ലൈറ്റ് എനർജിനെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റിയാൽ മാത്രമേ ആ പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പൊ ലൈറ്റ് എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പക്ഷെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സൺലൈറ്റിനെ ആരാണ് ട്രാപ്പ് ചെയ്യുന്നത്? സൺലൈറ്റ് എങ്ങനെയാണ് ലീഫിൽ എത്തുന്നത്? സൺലൈറ്റ് ഒരു റോ മെറ്റീരിയൽ അല്ലേ. സൺലൈറ്റ് എങ്ങനെയാണ് ലീഫിൽ എത്തുന്നത്? ലീഫിൽ എത്തുന്നത് ക്ലോറോഫിൽ വഴിയാണ്. ക്ലോറോഫിൽ എന്ത് ചെയ്യും? സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യും. ക്ലോറോഫിൽ എന്ത് ചെയ്യും? സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സൺലൈറ്റ് ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? വിത്തൗട്ട് സൺലൈറ്റ് ദ പ്ലാന്റ് ന്യൂട്രീഷൻ ആൻഡ് ഗ്രോത്ത് ആർ ഹിൻഡേർഡ്. അപ്പൊ സൺലൈറ്റ് ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഇല്ല. ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ പ്ലാന്റ്സിന് ജീവിക്കാൻ പറ്റുമോ? അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നാച്ചുറലി പ്ലാന്റ് ഡൈ ചെയ്യും അല്ലെ. അത് ചത്തുപോകും. അതിന് ജീവിക്കാനോ സർവൈവ് ചെയ്യാനോ പറ്റില്ല അല്ലെ. സോ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പം പ്ലാന്റ്സിന് മാത്രമല്ല, എല്ലാ ലിവിങ് ഓർഗാനിസംസിനും സൺലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഹ്യൂമൻസിനും ആനിമൽസിനും ഒക്കെ സൺലൈറ്റ് വേണം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഓൺ എർത്ത്. അപ്പൊ സണ്ണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സൺലൈറ്റ് വേണം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ന്യൂട്രീഷൻ പഠിച്ചു അല്ലെ. എന്തൊക്കെയായിരുന്നു? ന്യൂട്രിയൻസ്, ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ന്യൂട്രിയൻസിന്റെ ഡെഫിനേഷൻ പഠിച്ചു. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ പഠിച്ചു. ഏതൊക്കെയാണ്? ഓട്ടോട്രോഫിക്കും ഹെറ്ററോട്രോഫിക്കും. ആൻഡ് ദെൻ വി സോ അബൌട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് കണ്ടു. ആ പ്രോസസ് എന്താണെന്ന് കണ്ടു. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടേം അതെങ്ങനെയാണ് വന്നതെന്ന് കണ്ടു അല്ലെ. ഫോട്ടോ മീൻസ് ലൈറ്റ് ആൻഡ് സിന്തസിസ് മീൻസ് ടു കമ്പൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസിന്തസിസിലെ റോ മെറ്റീരിയൽസ് ഏതാണെന്നും പ്രോഡക്ട്സ് ഏതാണെന്നും പഠിച്ചു. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ എന്ത് കണ്ടു? ഈ റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ലീഫിൽ എത്തുന്നതെന്ന് കണ്ടു. വാട്ടർ ആൻഡ് മിനറൽസ് എങ്ങനെയാണ് എത്തുന്നത്? വെസൽസ് ലൈക്ക് പൈപ്സ് അല്ലെ. പൈപ്പ് ലൈക്ക് വെസൽസ് വിച്ച് ഇസ് കോൾഡ് സൈലം വഴിയാണ് ലീഫിൽ എത്തുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് എത്തുന്നത്? സ്റ്റൊമാറ്റ വഴി. ടൈനി ഓപ്പണിങ്സ് ഓർ പോർസ് എന്നും പറയാറുണ്ട് കേട്ടോ. PORES, പോർസ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. കുഴികൾ അല്ലെങ്കിൽ ഹോൾസ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഓപ്പണിങ്സ്. അപ്പൊ ആ ഓപ്പണിങ്സ് വഴിയായിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിൽ എത്തുന്നത്. പിന്നെ സൺലൈറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ എങ്ങനെയാണ് എത്തുന്നത്? സൺലൈറ്റ് ഇറ്റ് ഈസ് ട്രാപ്ഡ് ബൈ ക്ലോറോഫിൽ ഇൻ ദ ലീവ്സിലുള്ള ക്ലോറോഫിലുകൾ അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന ഗ്രീൻ പിഗ്മെന്റ് എന്തിനെ ട്രാപ്പ് ചെയ്യും? സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യും. അങ്ങനെയാണ് ലീഫില് സൺലൈറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ എത്തുന്നത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. പ്ലാന്റ്സ് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണ്ടേ? കുക്ക് ചെയ്ത് ആരുണ്ടാവും? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സിന്റെ ഫുഡും ഓക്സിജൻ എന്ന് പറയുന്ന നമുക്കുള്ള ഗിഫ്റ്റും ഉണ്ടാവും അല്ലെ. യെസ്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ടേക്സ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്? പ്ലാന്റിന്റെ ഏത് പാർട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്ക് ഇൻ ചെയ്യുന്നത്? സ്റ്റൊമാറ്റ. വാട്ട് ഈസ് ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ലീവ്സ് കോൾഡ്? ലീവ്സിലുള്ള ഗ്രീൻ പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ. പടപടേന്ന് ആൻസർ പറയാൻ പറ്റണം അല്ലെ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് പറയാൻ പറ്റും. നെയിം വൺ ന്യൂട്രിയന്റ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്. ഏതെങ്കിലും ഒരു ന്യൂട്രിയന്റ് അവിടെ ചോദിച്ചേക്കുന്നത്. നമ്മൾ എത്ര ന്യൂട്രിയൻസ് പഠിച്ചു? നമ്മൾ 5 എണ്ണം പഠിച്ചു. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അല്ലെ.
Now, why is photosynthesis important for plants? എന്തുകൊണ്ടാണ് photosynthesis പ്ലാന്റ്സിന് ഇമ്പോർട്ടന്റ് ആവുന്നത്? ബിക്കോസ് അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഫുഡ് വേണം അല്ലേ? സോ to prepare food they need photosynthesis അല്ലെ? വിത്തൗട്ട് ഫുഡ് the plants won't be able to live. അവർക്ക് ജീവിക്കാൻ പറ്റില്ല. Now, identify one example of an autotroph. ഓട്ടോട്രോഫിന് ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഇത്ര എളുപ്പമാണല്ലേ? ഓട്ടോട്രോഫിന്റെ എക്സാമ്പിൾ ഏതാ? ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോഫുകളുടെ എക്സാമ്പിൾ. അല്ലെങ്കിൽ ആൽഗയും പറയാം അല്ലെ? ആൽഗയും നമ്മൾ പഠിച്ചു. യെസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ വീഡിയോസിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.